തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 3 വർഷം കൊണ്ട് നിറവേറ്റിയ വാഗ്ദാനങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം സുതാര്യതയും വിശ്വാസ്യതയും ജനകീയതയും കൊണ്ട് എഴുതേണ്ടതാണ് ഏതു സർക്കാരിന്റെയും പ്രോഗ്രസ് റിപ്പോർട്ട് എന്നിരിക്കെ ഈ നിർണായക രേഖയിലും ഇതൊക്കെ തിരയുകയാണ് ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ കേരളക്കര. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മാതൃകാ പെരുമാറ്റച്ചട്ട കാലാവധി കഴിയുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ സർക്കാർ. പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ 2 വർഷവും ചെയ്തതുപോലെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചപ്പോൾ വായിക്കാനാവാത്ത ആ ചോദ്യം അതിൽ ബാക്കിയാകുകയാണ്. സർക്കാർ അവകാശപ്പെടുന്ന നേട്ടങ്ങളുടെ ഈ സമാഹാരത്തിൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകാരത്തിന്റെ മേലൊപ്പ് ചാർത്തും എന്നാണോ മുഖ്യമന്ത്രിയും കൂട്ടരും കരുതിയിരിക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയ പാഠങ്ങളല്ലേ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്? മത്സരിച്ച 20 സീറ്റിൽ 1 സീറ്റ് മാത്രം നേടി LDF ദയനീയ തോൽവി ഏറ്റുവാങ്ങിയിട്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അച്ചടിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുവാൻ സർക്കാർ കാട്ടിയ ഈ ധൈര്യത്തെ അഭിനന്ദിച്ചേ മതിയാകൂ. കാരണം കഴിഞ്ഞ 3 വർഷത്തെ ഭരണത്തിന് വോട്ടർമാർ സമ്മാനിച്ച പ്രോഗ്രസ് റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ ഈ സർക്കാരിന്റെ കയ്യിലുള്ളത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാരണം സകല മേഖലയിലെയും ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു അധികാര വർഷം കൂടിയാണ് ഈ കടന്നുപോയത്. ഗുണ്ടാവിളയാട്ടം, സപ്ലൈകോയിലെയും പൊതുവിപണിയിലെയും വിലക്കയറ്റം, ക്ഷേമ പെൻഷൻ മുടങ്ങൽ തുടങ്ങി അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ സർക്കാർ നോക്കുകുത്തിയായ വർഷങ്ങൾ കടന്നു പോകുന്നത് ഈ നാടിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തിരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിസഭ ഒന്നാകെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വീണ്ടും ഒരു യാത്ര നടത്തിയാൽ ജനമനസ്സിൽ ഇടം നേടാൻ എന്നാകുമോ ഭരണകർത്താക്കൾ കരുതിയിരിക്കുന്നത്? പ്രശ്നപരിഹാരത്തിന് പകരം കേരളത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കേന്ദ്ര സർക്കാരാണെന്ന് കഴിയുന്നത്ര വേദികളിൽ കുറ്റപ്പെടുത്തുന്നതാണ് സർക്കാർ ഉത്സാഹിച്ചു പോരുന്നതെന്ന് മറ്റൊരു യാഥാർത്ഥ്യം. ദരിദ്രരായ ജനങ്ങൾക്ക് മാസങ്ങളോളം ക്ഷേമ പെൻഷൻ നൽകുന്നില്ല. മറുവശത്ത് കോടികൾ മുടക്കി കേരളീയം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇല്ലായ്മയും ധൂർത്തും എങ്ങനെയാണ് ഒരേ സമയം കൊടിയടയാളമാക്കി ഒരു സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കിക്കൊണ്ടുള്ള പരിപാടിയിൽ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇവയൊന്നും നൽകാൻ കഴിയില്ല എന്നായിരുന്നു ഇതുവരെ സർക്കാർ പറഞ്ഞിരുന്നത്. അത് മാറ്റിപ്പറയാൻ വോട്ടെടുപ്പ് ഫലം വേണ്ടിവന്നു. സർക്കാരിന്റെ 3-ാം വർഷത്തെ പുരോഗതി വ്യക്തമാക്കാൻ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിലെ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലെ തനി പകർപ്പാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. സർക്കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഗ്ദാനങ്ങൾ വെറുതെ വാരിക്കോരി നൽകാൻ മാത്രമുള്ളതല്ല, പാലിക്കാൻ കൂടിയുള്ളതാണ്. ഏറെ ആലോചനകൾക്ക് ശേഷം തയ്യാറാക്കുന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതും അതിന്റെ കാരണവും കൂടി പ്രോഗ്രസ് റിപ്പോർട്ടിൽ തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണം. അല്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനുള്ളതല്ല ഈ രേഖ. കഴിഞ്ഞ 3 വർഷം ഈ സർക്കാർ എന്തു ചെയ്തുവെന്നും എന്തു ചെയ്തില്ല എന്നും ജനങ്ങൾക്കറിയാം. അവർക്കിപ്പോൾ വേണ്ടത് മറ്റൊന്നാണ്, ഒരു ധവളപത്രം. ഈ സർക്കാരിന്റെ സാമ്പത്തിക നിലയും ഭരണനിർവഹണ പുരോഗതിയും വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം. സാമ്പത്തിക പ്രതിസന്ധി, പെൻഷൻ മുടങ്ങൽ, കടം വർദ്ധിക്കൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്കിടെ ആരെ ബോധിപ്പിക്കാനാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം?